ഇത് നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണിത്. സോ RDNA അഥവാ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ റീകോമ്പിനന്റ് DNA എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണേ, അത് കഴിഞ്ഞിട്ട് അതൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണേ, അതടക്കമുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4' DNA ഇവിടെ സീക്വൻസുകൾ കാണിക്കുന്നില്ല. അവർ ജോയിൻ ചെയ്യുന്നതും റീകോമ്പിനന്റ് DNA ആയിട്ട് മാറുന്നതും അതൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അത് കഴിഞ്ഞ് ആ സെൽസ് ഡിവൈഡ് ചെയ്ത് പ്രോജനിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. സോ ഇതൊരു 4' DNA, ഇതൊരു വെക്റ്റർ DNA. വെക്റ്റർ DNA എന്താണ്? കാരിയർ DNA അഥവാ നമ്മൾ പ്ലാസ്മിഡ് DNA, എക്സ്ട്രാ ക്രോമസോമൽ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സർക്കുലർ ആയിട്ടുള്ള DNA. സോ വെക്റ്റർ DNA അഥവാ പ്ലാസ്മിഡ് DNA ആസ് എ കാരിയർ 4' DNA. 4' DNAനെയും വെക്റ്റർ DNAനെയും എന്ത് ചെയ്യും? സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. 4' DNAനെയും വെക്റ്റർ DNAനെയും സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നു. അതെവിടെ? ഒരു സ്പെസിഫിക് സെയിം റെസ്ട്രിക്ഷൻ എൻസൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർബൺ പോലെ ഏതെങ്കിലും ഒരു സെയിം ഏത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണോ വെക്റ്റർ DNAനെ കട്ട് ചെയ്യുന്നത് അതേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് തന്നെ 4' DNAനെയും കട്ട് ചെയ്യുന്നു. സോ 4' DNAനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ 3 പീസ് പോലെ കിട്ടി. അത് സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയിട്ട് പോയിന്റിൽ പോയി സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസിൽ പോയിട്ട് അത് കട്ട് ചെയ്യുന്നു 2 ബേസിൻ്റെ ഇടയിൽ. അങ്ങനെ ഇതുപോലെ 3 പാർട്ടായിട്ട് കിട്ടി. അപ്പം നമുക്ക് ആവശ്യമുള്ള സീക്വൻസ് ഈ ഒരു ചെറിയ ഭാഗമാണ്, കണ്ടോ? അതുപോലെ നമ്മുടെ വെക്റ്റർ അഥവാ പ്ലാസ്മിഡ് DNA ആണ്. അതിനെയും നമ്മൾ സെയിം ഈ 4' DNAനെ കട്ട് ചെയ്ത് അതേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് തന്നെ നമ്മൾ വെക്റ്റർ അഥവാ പ്ലാസ്മിഡ് DNAനെയും കട്ട് ചെയ്യുന്നു. സോ അവിടെയും കട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ എടുത്ത് മാറ്റി. സോ അതാണ് ഇവിടെ നിന്ന് ഒരു പോർഷൻ ആ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തപ്പോൾ ഇവിടെ പോയി. ഇവിടെ നമുക്കിവിടെ ബ്ലാങ്ക് ആയിട്ട് സ്പേസ് കാണാം. ഇവിടെ 4' DNAനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം ഈ ഒരു പാർട്ടാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഇനി ഈ 4' DNAയുടെ ഈ സ്പെസിഫിക് ജീൻ ഓഫ് ഇൻട്രസ്റ്റും വെക്റ്റർ DNAയുടെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി അതും കൂടി ജോയിൻ ചെയ്യുന്നു. എന്ത് വെച്ചാൽ ജോയിൻ ചെയ്യുക? DNA ലൈഗേസസ് എന്ന് പറഞ്ഞ എൻസൈം. സോ DNA ലൈഗേസസ് ജോയിൻ 4' DNA ആൻഡ് വെക്റ്റർ DNA അഥവാ പ്ലാസ്മിഡ്. 4' DNA ആൻഡ് ഈ പറഞ്ഞ വെക്റ്റർ അഥവാ പ്ലാസ്മിഡ് DNA ആയിട്ട് ജോയിൻ. സോ ലൈഗേസസ് ജോയിൻ 4' DNA ടു ദ പ്ലാസ്മിഡ്. അങ്ങനെ കിട്ടിയതാണിത്. ഇതാണ് നമ്മുടെ പ്ലാസ്മിഡ് DNAയുടെ ഭാഗം. അവിടെ നമ്മൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ഈ 4' DNAയുടെ ഏത് ജീനാണ് ഉദ്ദേശിക്കുന്നത് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ആഡഡായി ലിങ്ക്ഡായി. എന്ത് വെച്ചിട്ട്? DNA ലൈഗേസ് എന്ന എൻസൈം. ഇപ്പോൾ ഇതെന്താണ്? ഇതൊരു റീകോമ്പിനന്റ് DNA. ഈ റീകോമ്പിനന്റ് DNAനെ നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. സോ റീകോമ്പിനന്റ് DNAനെ ഡെലിവർ അല്ലെങ്കിൽ ട്രാൻസ്ഫർഡ് ഇൻ ടു എ ഹോസ്റ്റ് സെൽ. അത് E. coli എന്ന് പറഞ്ഞ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. E. coliൻ്റെ സെൽസുകൾ ഡിവൈഡ് ചെയ്യുന്നു. E. coli അതിൻ്റെ സ്വന്തം ജനറ്റിക് മെറ്റീരിയലിനെ അല്ലെങ്കിൽ അതിൻ്റെ ഹെറിഡിറ്ററി മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു? റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റീകോമ്പിനന്റ് DNA മാറുന്നു. E. coli സെൽസ് അതിൻ്റെ പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ആ പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മൾ കൊടുത്ത ആ റീകോമ്പിനന്റ് DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് E. coliയിലെ പ്രോജനിയിൽ കാണുന്നു. അതാണ് റീകോമ്പിനേഷൻ DNA ടെക്നോളജി. സോ ഈ റീകോമ്പിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് മാറുമ്പോൾ ഹോസ്റ്റ് സെല്ലിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ റീകോമ്പിനന്റ് DNA മാറുകയും ഹോസ്റ്റ് സെല്ല് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുത്ത ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റും അത് റെപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കോപ്പികൾ അതിൻ്റെ പ്രോജനിയിൽ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റായിട്ട് ആ പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആയി മാറുന്നു. എങ്ങനെയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് നടക്കുന്നത്? 4' DNA വെക്റ്റർ DNA സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നു. ആ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ വെക്റ്റർ DNAയുടെ കറക്റ്റ് പൊസിഷനിൽ നമ്മുടെ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നു. DNA ലൈഗേസ് അതിന് ജോയിൻ ചെയ്ത് റീകോമ്പിനന്റ് DNA ആയിട്ട് മാറ്റുന്നു. ആ റീകോമ്പിനന്റ് DNA നമ്മൾ ഹോസ്റ്റ് സെല്ലായി E. coliയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ E. coliയുടെ ഹോസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNAയും മൾട്ടിപ്ലൈ ചെയ്ത് E. coliയുടെ പ്രോജനിയിലൊക്കെ അതിൻ്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു.